ഹലോ. ഇങ്ങനൊരു വീഡിയോ എടുക്കുമ്പം എൻ്റെ ഫസ്റ്റത്തെ കൺഫ്യൂഷൻ എന്താണ് ഇൻട്രൊഡക്ഷൻ പറയാന്നുള്ളതാണ്. കാരണം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറേ ആയി. പിന്നെ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസ് ഈ ഒരു ടൈപ്പ് വീഡിയോസും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് കുറേ ആയിട്ട് താല്പര്യം ഉണ്ടായിരുന്നൊരു ഫീൽഡായിരുന്നു വ്ളോഗിങ്, അല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുള്ളത്. സോ ഐ തോട്ട് ഇപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് വീഡിയോ 7 സ്റ്റഡി ടിപ്സാണ്. സ്റ്റഡി ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ആണ് എക്സാം ആകുമ്പം പഠിക്കാൻ തുടങ്ങുക എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. ഒന്നാമത്തത്, മേക്ക് ക്ലാരിറ്റി. നമുക്ക് കൃത്യമായിട്ട് അറിയണം നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എത്ര സബ്ജക്ട്സ് കവർ ചെയ്യാനുണ്ട്, അതിൽ എത്ര ലെസൺസ് ഉണ്ട് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഉണ്ട്, ഇനി എത്ര ദിവസം എക്സാമിന് ഇനി എത്ര ദിവസമുണ്ട്. അതേപോലെ തന്നെ എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക. രണ്ടാമത്തത്, പ്രിപ്പയർ എ ടൈം ടേബിൾ. നമുക്ക് എക്സാമിനുള്ള ദിവസങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അല്ലാതെ ഒരു ദിവസം കൊണ്ട് 2 സബ്ജക്റ്റ് തീർക്കണം, അതല്ലെങ്കിൽ 2 യൂണിറ്റ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കും, അങ്ങനെയല്ല. നമുക്ക് എങ്ങനെയാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എത്രത്തോളം ടൈം പഠിക്കാനിരിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിൻ്റെ ഒരു 2 days മുന്നെങ്കിലും പഠിച്ച് തീരണം, കാരണം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് തിങ്, സ്റ്റാർട്ട് വിത്ത് ഈസി ചാപ്റ്റർ. നമ്മളെപ്പോഴും ഒരു ഈസി ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഹാർഡായിട്ടുള്ളത് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് സാധാരണ പറയാറുണ്ട് ഹാർഡായിട്ടുള്ളത് പഠിച്ച് തുടങ്ങുക എന്നുള്ളത്. പക്ഷേ ഹാർഡായിട്ടുള്ളത് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് അത് തീരാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇത് തീരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പം നമ്മളിപ്പം ഒരു ടാസ്ക് കഴിഞ്ഞു, 2 ടാസ്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് സമാധാനം തരുന്നൊരു കാര്യമാണ്. അപ്പം എൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്, ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ എത്തി എന്ന് പറയുമ്പം നമുക്കത് കുറച്ച് റിലാക്സിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് വിത്ത് ഈസി ചാപ്റ്റർ. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫോർത്ത് തിങ്, ടേക്ക് നോട്ട്സ്. നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇത് റിവിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുന്നേയൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ചിലർക്കിപ്പം ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതാം, പക്ഷേ ചിലവർക്കിപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എഴുതുന്നതിനോട് വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്സ് ബുള്ളറ്റ്സ് ആയിട്ടൊക്കെ എഴുതി കൊടുക്കുക. അങ്ങനെ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും ഒരു നോട്ട്സ് ഉണ്ടാക്കി വെക്കുക, നമ്മൾ പഠിക്കുന്നതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ്. അതിന് ഞാൻ 4 നോട്ട് ടേക്കിംഗ് മെത്തേഡ്സ് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പം അതാണ് ഫോർത്ത് ടിപ്പ്. ആൻഡ് ഫിഫ്ത്ത് വൺ, അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് മെമ്മറൈസ്. നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് അതിൽ വിട്ടാൽ, അല്ലെങ്കിൽ ഇടയിലത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത്, മാത്സിലുള്ള ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലൊക്കെ വരുന്ന കുറേ ചില കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും, ഡെഫിനിഷൻസോ അല്ലെങ്കിൽ ഇക്വേഷൻസോ കാര്യങ്ങളൊക്കെ. അതല്ലാത്തതൊക്കെ മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. മനസ്സിലാക്കിയാൽ മതി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ആ സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വേർഡ്സിലാണെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് തിങ്, ടേക്ക് ബ്രേക്ക്, ബി കൈൻഡ് എന്നുള്ളത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് എക്സാമിൻ്റെ ടൈമിലൊക്കെയാണ് പഠിക്കാൻ തുടങ്ങുക. അപ്പം പഠിക്കുന്ന സമയത്ത് ഒരു 3 hours അല്ലെങ്കിൽ 2 hours ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മൾ കുറച്ച് മുന്നേ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റഡി. പിന്നെ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, എന്ന് വെച്ചാൽ ഇപ്പം TV അല്ലെങ്കിൽ യൂട്യൂബ് സീരീസ് അങ്ങനത്തേക്കൊന്നും പോവാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് റൂമിൽ കൂടെ ഒക്കെ നടക്കുക, കുറച്ച് എയർ പുറത്ത് പോയിട്ട് കുറച്ച് എയർ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, ഒരു ബ്രേക്ക് എടുക്കുക. ആൻഡ് ലാസ്റ്റ് ടിപ്പ്, റിവൈസ്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും 5 ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇങ്ങനെ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വരും, ഇത് ഈ ഒരു പേജിലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴത്താണല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും.
പക്ഷേ ആ ഒരു സാധനം കിട്ടില്ല, അല്ലെങ്കിൽ എഴുതാനുള്ള കാര്യം കിട്ടില്ല. ഇത് റിവിഷൻ്റെ കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും ഞാൻ പഠിച്ചതാണല്ലോ, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇത് റിവിഷൻ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. സോ എപ്പോഴും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതിന് ടൈം കണ്ടെത്തുക. നമ്മൾ സ്റ്റഡീസ് ഒരു 2 days മുന്നെങ്കിലും നിർത്തിയിട്ട് 2-3 days മുന്നെയൊക്കെ സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്തിട്ട് റിവിഷന് വേണ്ടിയിട്ട് ടൈം കാണുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പം നമ്മൾ ടേബിൾ ക്ലിയർ ആക്കി വെക്കുക, ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിക്കാൻ തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്പേസ് ഭയങ്കര ക്ലീൻ ആയിരിക്കണം. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഒരു മെത്തേഡ്സൊക്കെ നോക്കാം, ഗ്രൂപ്പ് സ്റ്റഡി. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് തോന്നുന്നവരാണെങ്കിൽ ആ ഒരു വഴിയിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. അതേപോലെ തന്നെ റിവൈസ് ചെയ്യുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. പിന്നെ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം അടുത്ത് കൊടുന്ന് വെക്കുക, ബുക്ക് അല്ലെങ്കിൽ പെന്ന്, പെൻസില്, വാട്ടർ, ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് നമ്മളവിടെ കൊടുന്ന് വെക്കുക. പിന്നെ റിവിഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്ലാസ്സസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂട്യൂബൊക്കെ റെഫർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കാം. നല്ല യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ക്ലാസ്സസൊക്കെ. അപ്പം അങ്ങനെ നോക്കാം. പക്ഷേ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് എടുത്തത് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് പഠിക്കുന്നതാണ്, അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് നമ്മളെ മൈൻഡിൽ ഉണ്ടാകണം. ആ ഒരു കാര്യം മാത്രം നോക്കുക. അതല്ലാതെ പിന്നെ ഷോർട്സിലേക്ക് പോവുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കയറുക, ഇങ്ങനെയൊന്നും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് വീഡിയോസിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം എക്സാം റിലേറ്റഡ് ആയിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ ടെൻസ്ഡ് അല്ലാതിരിക്കുക. എന്ന് വെച്ചാൽ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ച് തീർന്നിട്ടില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ടെൻഷൻ ഇല്ലാതിരിക്കുക. ഫ്രീ ആയിട്ടിരിക്കുക. ഫ്രീ മൈൻഡാണ് സ്റ്റഡീസിന് എപ്പോഴും നല്ലത്. സോ ഫ്രീ ആയിട്ടിരിക്കുക. നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക. സ്ലീപ്പ് ടൈമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം പഠിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നത് ഭയങ്കര ലേറ്റായി പോകാറുണ്ട്. അത് നല്ല സ്വഭാവമല്ല. പെട്ടെന്ന് അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങാം. നേരത്തെ എണീക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നേരത്തെ എണീക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് നേരം എക്സാമിൻ്റെ ടൈമിലൊക്കെ അടുപ്പിച്ചിട്ട് ആ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 1 വീക്കൊക്കെ ലേറ്റായിട്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം നമുക്ക് എപ്പോഴും നമ്മളെ ബോഡീനെ ഹെൽത്തി ആക്കിയിട്ട് വെക്കുന്ന, നമ്മളെ മൈൻഡിനെ ഹെൽത്തി ആക്കി വെക്കുന്ന കാര്യമാണ്. സോ അത് നേരത്തെ ആക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. ഇനി എക്സാമിൻ്റെ ടെൻഷൻസ് ഒന്നും വേണ്ട. ഫ്രീ ആയിട്ടിരിക്കുക, കൂളായിട്ട് പഠിക്കുക, ഈസി ആയിട്ട് എഴുതുക എക്സാംസ്. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ എനിക്ക് വ്ളോഗ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് എനിക്ക് കൺഫ്യൂഷൻസൊക്കെ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പറയുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ട്. എനിവേ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.